ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തോന്നുന്ന അത് പറഞ്ഞ് ഞാൻ ദൈവസന്നിധി വിധിപ്പാൻ ആഗ്രഹിക്കുന്നു. ആ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിച്ചു. ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. വേദപുസ്തകത്തിലെ 40-ാമത്തെ പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. പുതിയ നിയമത്തിലെ പ്രഥമ പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അധ്യായമുള്ള പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. ആ വേദപുസ്തകത്തിൽ തന്നെ ഒരുപാട് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ അധ്യായമുള്ള 2 പുസ്തകങ്ങളിലെ പ്രഥമ പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് ഞാൻ ആരംഭിച്ചല്ലോ. അതിനകത്തുനിന്ന് ഏതെങ്കിലും കുറിവാക്യം എടുത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാറുള്ള ചില പ്രത്യേകതകളുണ്ട്. നാം കേട്ടതൊക്കെ നമുക്ക് അറിയാവുന്ന പ്രത്യേകതകളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിക്കുക മാത്രമല്ല, മറ്റ് 3 സുവിശേഷങ്ങളിൽ കാണാത്ത, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷത്തിൽ കാണാത്ത ഒട്ടനവധി സംഭവങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങൾ അറിയപ്പെടുന്നു. കാരണം ആ 3 സുവിശേഷങ്ങളെ ഒരുമിച്ച് വെച്ച് നോക്കിയ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതായിട്ട് തോന്നുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ സുവിശേഷങ്ങൾക്കുണ്ട്. അതിലേറെ പ്രത്യേകതകൾ മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ പുസ്തകത്തിലെ പരമപ്രധാനമായ പ്രമേയമെങ്കിലും ഞാൻ വായിച്ചപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പകർന്നു തന്നതായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മറ്റൊന്നുമല്ല, വേദപുസ്തകത്തിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. എന്താണ് ഞാൻ അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം മാത്രമാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിക്കുന്ന പുസ്തകം. മറ്റ് പുസ്തകങ്ങളിൽ ദൈവത്തെ കുറിച്ച് സവിസ്തരം പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത് നമുക്കൊരു ദൈവമുണ്ട്, വെറും ദൈവമല്ല, അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവം നമ്മുടെ കൂടെയും ഉണ്ട്. അവൻ വാക്ക് പറഞ്ഞ് മാറുന്നവനല്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോ തുടക്കം ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുന്ന ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. അപ്പൊ ദൈവം എന്തുണ്ട്? നമ്മുടെ കൂടെ. രാവിലെ ആരാധനയെ കുറിച്ച് കേട്ടപ്പോഴും അവസാന ഭാഗം എന്താ നമ്മൾ കേട്ടത്? ദൈവം നമ്മോടും നാം ദൈവത്തോടും. ഹാനോക്ക് ദൈവത്തിന്റെ കൂടെയും ദൈവം ഹാനോക്കിന്റെ കൂടെയും നടന്നു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവ് വന്നും പൊക്കൊണ്ടിരിക്കുന്നതായ ഒരു അന്തരീക്ഷമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. 6-ാം അധ്യായം 30-ാം പുസ്തകത്തിൽ പറയുന്നു, എന്റെ ആത്മാവ് മനുഷ്യരിൽ സദാകാലവും വാഴുകയില്ല, വാടുകൊണ്ടിരിക്കുകയില്ല. എന്താണ് പറയുന്നത്? അങ്ങനെയെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മൾ എത്രയോ ഭാഗ്യം ലഭിച്ചവരാണ്. കാരണം പരിശുദ്ധാത്മാവ് വന്നും പൊക്കൊണ്ടിരിക്കുന്ന ഒരനുഭവമല്ല. പുത്രനായ ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാരോടും കൂടി വന്ന പുരുഷാരത്തോടും ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ പോയി നിങ്ങൾക്ക്
കുഴിമാടങ്ങളെ കൂടെ കാണും. ഹല്ലേലൂയ. രണ്ടു തുള്ളി കണ്ണീരും ഒരു പിടി മണ്ണും വാരിയിട്ട് അവിടെ കൊണ്ട് ബന്ധം തീരുകയാണ്. കുറച്ച് ദിവസമൊക്കെ ഓർക്കും, അല്ലെങ്കിൽ ആ ദിവസം വരുമ്പോൾ ഓർക്കും. ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങളെല്ലാം അവിടെ കൊണ്ട് തീരുമ്പോൾ മരണം കൊണ്ട് വേർപിരിയാത്ത നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന, നമ്മെ തന്നോടൊപ്പം ഇരുത്തുന്ന, നമ്മെ രാജകീയ പുരോഹിതമായി വീണ്ടെടുത്ത പ്രഭുക്കന്മാർക്ക് തുല്യമായി നമ്മെ തന്നോടൊപ്പം ഇരുത്തുന്ന ആ ദൈവം ഒരു നാൾ നമ്മെ വിട്ടകലുന്നില്ല, നമ്മെ കൈവിടുന്നില്ല, അവൻ നമ്മെ ഉപേക്ഷിച്ച് പോകുന്നില്ല, അവൻ നമ്മെ മറന്നു കളയുന്നില്ല. അവൻ എപ്പോഴും കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും അവൻ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ നാളെയും നമ്മുടെ കൂടെ ഇരിക്കും. ഈ ലോകത്തിലെ വാസം അവസാനിക്കുമ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. അതല്ലേ പറഞ്ഞു നിർത്തിയ ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും അങ്ങനെ ഇരിക്കാമെന്ന് ഒരു വ്യക്തി ഈ ലോകത്തിൽ കാണിച്ചു തരുവാൻ ആർക്കും കഴിയത്തില്ല. അതാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത. ഒട്ടനവധി പ്രത്യേകതകൾ വേദശാസ്ത്രജ്ഞന്മാർ, വേദപണ്ഡിതന്മാർ, ബൈബിൾ പഠിതാക്കൾ പറയാം. ഞാൻ ഈ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോൾ ഞാൻ മറ്റു പുസ്തകങ്ങളിലോ ആരെങ്കിലും പറഞ്ഞു കേട്ട ഒരു കാര്യമല്ല. ഞാനിത് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ദൈവം ധ്യാനിച്ചപ്പോൾ എന്റെ കൊച്ചു മനസ്സിൽ ദൈവാത്മാ പറഞ്ഞു വന്ന ഒരു ചിന്തയാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുമെന്ന് ഞാൻ ഈ രാത്രി വിശ്വസിക്കുകയാണ്. ദൈവമുണ്ടെന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഒരു പുസ്തകം എന്നുള്ള ചിന്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ച കാര്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷത്തിൽ നിന്ന് ഒരു രാത്രിയിൽ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ നിന്നൊരു സന്ദേശം കൈമാറുക ദൈവം എന്നെ പ്രാപ്തനാക്കുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം കരങ്ങൾ ഉയർത്തി എത്ര പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ശക്തിയോടെ ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാതെ ഇനി നമ്മൾ ഒരു വാക്യത്തിലേക്ക് വരികയും 19-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണ് വായിച്ചത്. 5 കഥാപാത്രങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 5 കഥാപാത്രങ്ങൾ. വേദജ്ഞാനം എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ പറഞ്ഞു നിർത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിച്ച കഥാപാത്രം എന്ന് പറയുന്നത് ഈ അധ്യായത്തിലെ അവസാനത്തെ കഥാപാത്രമാണ്. എന്ന് വെച്ചാൽ 5-ാമത്തെ കഥാപാത്രമാണ്. 5-ാമത്തെ കഥാപാത്രത്തിലേക്ക് വരുന്നതിന് മുമ്പേ ബാക്കി 4 കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആരാണ് ഒന്നാമത്തെ കഥാപാത്രം? 19-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വായിച്ചോട്ടെ, 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട്. യേശു ഗലീല വിട്ടു, യോർദാനക്കരെ യഹൂദ്യദേശത്തിന്റെ അതിരോളം ചെന്നു. ബാക്കി വളരെ പുരുഷാരം അവനെ പിടിച്ചെന്നു. അവൻ അവിടെ വെച്ച് അപ്പൊ ഒന്നാമത്തെ കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ഒരാളല്ല, ഒരു കൂട്ടമുണ്ട്. അവൻ യഹൂദ്യദേശത്തിന്റെ അതിരോളം ചെന്നു, വളരെ പുരുഷാരം അവനെ പിടിച്ചെല്ലുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ഒരു കൂട്ടം പുരുഷാരം യേശുവിന്റെ അടുക്കൽ വരുവാനിടയായി. എന്തിനാണ് അവർ യേശുവിനെ പിടിച്ചെല്ലുവാനിടയായത്? മറ്റൊന്നുമല്ല, അവർക്ക് ഏക ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യം പ്രാപിക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷം ഞാൻ എന്റെ സാക്ഷ്യം കൂടെ പറയുവാനൊക്കെ ആഗ്രഹമുണ്ട്. നാളത്തെ ദിവസം ഇതിനായി വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഈ ഭാഗത്തോട് തൊട്ട് വന്നതുകൊണ്ട് ഞാനൊരു അനുഭവം ഇങ്ങനെ പറഞ്ഞു പോകാം. ഞങ്ങൾ യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ പിറന്ന എന്റെ അച്ഛൻ 6 വയസ്സുള്ളപ്പോൾ, എനിക്കല്ല, എന്റെ അച്ഛൻ 6 വയസ്സുള്ളപ്പോൾ തന്നെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്ന ഒരു പൂജാരിയായിട്ട്, വഴിപാട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ വിവാഹിതനായി. എനിക്ക് ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സത്യവാനായ നിത്യദൈവമായ ക്രിസ്തുയേശുവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വീകരിക്കാനിടയായത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു കൂട്ടം പുരുഷാർ യേശുവിന്റെ പിന്നാലെ ചെന്നു. എന്തിനു വേണ്ടി? രോഗസൗഖ്യത്തിനു വേണ്ടി. എന്റെ പിതാവും എന്റെ മാതാവിന്റെ അസുഖം നിമിത്തം ഒരു സൗഖ്യത്തിനു വേണ്ടി എന്റെ മാതാവ്
ആശുപത്രി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയാറുള്ളതാണ്, ഞങ്ങളുടെ സഭയെ എന്ത് ചെയ്യണം, ദൈവമേ ഒരു വ്യവസ്ഥാകുലമാക്കി തീർക്കണം, അല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നല്ല കാര്യം. പക്ഷേ ഇന്ന് ദൈവസഭയിൽ പലർക്കും ആശുപത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പക്ഷേ ഈ ആശുപത്രി എന്നുള്ള ആശയം വരാൻ കാരണം, നമ്മൾ ആശുപത്രി പോകാത്തവരായിട്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ? ഒരിക്കലും എന്തെങ്കിലും ആശുപത്രി ഒന്നില്ലെങ്കിൽ നമ്മൾ രോഗിയെ കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗിയെ കാണാനെങ്കിലും ആശുപത്രി വരാതെ നമ്മളത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആശുപത്രിയുടെ പ്രത്യേകത എന്താ? രോഗിയായ ഒരു രോഗി അവിടെ കൊണ്ടുപോയാൽ ഡോക്ടർ ചികിത്സിക്കും. സീരിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കേണ്ടതായ വിഷയമാണെങ്കിൽ അഡ്മിറ്റ് ആകും. എന്നിട്ട് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആശുപത്രിക്കുന്നതിന് ശേഷം ഓരോ ദിവസവും ഡോക്ടർ ഒരുമിച്ച് തലപൊക്കി എഴുന്നേൽക്കാനാവുമ്പോഴേ ഡോക്ടറോട് ചോദിക്കും, എന്നാണ് വീട്ടിൽ പോകാൻ പറ്റുന്നത്, ഡിസ്ചാർജ് എന്നാണ്. ഡോക്ടറുമായി 2 ദിവസം നോക്കട്ടെ, സ്കാൻ വേണ്ട, അല്ലെ? ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും 2 ദിവസത്തേക്കാവും. ഡിസ്ചാർജിന്റെ തലേ ദിവസം ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസത്തിലല്ലേ ദിവസം അങ്ങനെയല്ലേ സംഭവിക്കാവുന്നത്? ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ലാത്തതിന്റെ തലേ ദിവസം ഡിസ്ചാർജ് എഴുതിയിട്ട് പോകും, അല്ലെ? അങ്ങനെയല്ലേ ഡോക്ടറുള്ള ഡിസ്ചാർജ് നടക്കാറുണ്ട്. കൂടുതലും കേസ് ഡോക്ടർ ഡ്യൂട്ടി ഇല്ലാത്ത തലേ ദിവസം ഡോക്ടർ തന്നെ കോളങ്ങളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിട്ട് ഡിസ്ചാർജിന്റെ നമ്മൾ എന്ത് ചെയ്യും? വളരെ സന്തോഷത്തോടെ നമ്മൾ ആ ആശുപത്രി വിട്ട് എങ്ങനെയെങ്കിലും വീട്ടില് വന്നാൽ മതി എന്നുള്ള ചിന്തയാണ്. ഇതാണ് ഇന്നത്തെ സഭകളിൽ നടക്കുന്നത്. പലർക്കും ഇന്ന് ദൈവസഭകൾ ആശുപത്രിയാണ്. ഒരുപാട് ദൈവദാസന്മാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. ഒരു രോഗം വരുമ്പോ ഓടി വരും, ദൈവദാസനെ എന്ത് ചെയ്യാം, എന്റെ കുഞ്ഞിന് വയ്യ, പ്രാർത്ഥിക്കണം, എനിക്ക് സുഖത്തിന്റെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് സുഖമായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പള്ളി ആശുപത്രി. പിന്നെ ഇവൻ പള്ളിയിൽ വരണമെങ്കിൽ അടുത്ത അസുഖം വരണം. OP ടിക്കറ്റ് കൊടുക്കണമെങ്കിൽ പിന്നെ അസുഖം വരണം. ഇതുപോലെ വരുന്ന വിശ്വാസം രോഗസൗഖ്യം മാത്രം ലക്ഷ്യമാക്കി വരണം. മര്യാദയുടെ ദൈവസഭയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച്, പൂർവ്വ വിശ്വാസികളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച്, ഇത്രയും പേര് കാണാനിരിക്കേണ്ടത്. പലതും വന്ന് പലതിനെയും കാണാനില്ല. നമ്മുടെ ദൈവസഭ ആശുപത്രി മാത്രമല്ല, ദൈവസഭ ആത്മാക്കളുടെ അകത്തെ മനുഷ്യരെ വിടുതലിനും പുഷ്ടിക്കും കൂടെ കാരണമാകേണ്ടതിന്, വനിത ജലം നിലനിൽക്കേണ്ടതിനും കൂടെ കാരണമാകുക ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ വളരെ പുരുഷാര അവനെ അവരെ അവിടെ വെച്ച് സൗഖ്യം. പക്ഷേ ഒന്ന് നോക്കണം, വളരെ പുരുഷാരം, വളരെ പുരുഷാരം, ഒരുപാട് എണ്ണമറ്റ വിശ്വാസികൾ, എണ്ണമറ്റ ആളുകൾ വന്നു. പക്ഷെ സുഖം കിട്ടിയതിനു ശേഷം ഒരെണ്ണം പോലും സൗഖ്യമാക്കിയ യേശുവിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. അവൻ അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി എല്ലാം. അപ്പൊ ഒന്നാമത്തെ കൂട്ടരെ മനസ്സിലായി, നിങ്ങളെ ഓർത്ത് ദൈവത്തെ മടങ്ങിപ്പോയതിന്റെ പലതിനെയും നന്മകൾ സഭാ നിമിത്തം പ്രാപിച്ച്, ദൈവദാസന്റെ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് വിടുതൽ പ്രാപിച്ച്, നന്ദിയില്ലാത്തവരായി പുറത്തു നിൽക്കുന്നവർ ഈ ദൈവദത്തിന്റെ സന്ദേശത്തിലൂടെ ഈ 2022 ആണ്ടിന്റെ ആരംഭ മാസം 7-ാം തീയതി ആത്മനിറവോടെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ദൈവസഭയ്ക്ക് 3 കൈമാറുകയാണ്. നന്ദി കെട്ട് പുറത്തു നിൽക്കുന്നവനെ ദൈവം തിരിച്ചു മടക്കി വരുത്തുന്ന, ദൈവം അവർക്ക് ഉൾബോധം കൊടുത്തിട്ട്, ദൈവം അവർക്ക് സുബോധം കൊടുത്തിട്ട്, എണ്ണപ്പെട്ട നാളുകൾ കടന്ന് ദൈവസഭയ്ക്കകത്ത് കയറി വരുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുമ്പോ അത് ഏറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സഭയാകട്ടെ
Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോ ഒരെണ്ണം പോലും ഇല്ല, അവരെല്ലാം പോയി. അപ്പൊ രണ്ടാമത്തെ കഥാപാത്രത്തിലേക്ക് വരികയും ഒന്ന് കഴിഞ്ഞ് മൂന്നാം വാക്യത്തിൽ എന്താ പറയുന്നത്? പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. Praise the Lord. Hallelujah. ദൈവസഭയ്ക്കകത്ത് മുട്ടാത്തർക്കങ്ങളും മുഴുവൻ ന്യായങ്ങളും പറഞ്ഞ് ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ കുടുക്കിക്കളയാണെന്ന് പറഞ്ഞ് കയറി വരുന്ന ചിലതിനെ ന്യായമായ മറുപടി കൊടുത്ത് വാടച്ചു കളയുന്ന തരത്തിൽ ദൈവാത്മാവ് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്താണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചു കൂട്ടണ്ട. നിന്റെ നാവിന്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുവാനിടയാകും. ഇന്ന് രാത്രികാലം ചിലതിന് മറുപടിയില്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഭാരപ്പെടുന്ന നെടുവീർപ്പെടുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി ഉത്തരം പറയുക ഏക ഉത്തരമായ ക്രിസ്തു ഈ രാത്രിയിൽ എഴുന്നേറ്റ് വരികയാണ്. അവൻ നിനക്ക് വേണ്ടി പോരാടുക, അവൻ നിനക്ക് വേണ്ടി വാദിക്കുവാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരീക്ഷന്മാർ വന്ന് പരീക്ഷിച്ച് ചോദിക്കുകയും യേശുവിന് ന്യായമായ മറുപടി കൊടുക്കുകയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മുട്ടൻ ന്യായങ്ങൾ ചോദിക്കുന്നവർ, മുടന്തൻ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അവർക്ക് തക്കതായ മറുപടി കൊടുക്കുവാൻ ഏതിനും ഉത്തരം കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരു ദൈവസഭയായി, പ്രാപ്തിയുള്ള ദൈവമക്കളാക്കി ഉത്തരം മുട്ടി നമ്മൾ നിൽക്കുകയല്ല. ചോദ്യം ചോദിക്കുന്നവൻ ജയിക്കുകയല്ല, ഉത്തരം പറയുന്നവനാണ് ജയമെന്ന് വരുത്തി തീർക്കുമാറ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവുകളെ തൊടാൻ പോകുകയാണ്, നമ്മുടെ ആദരങ്ങളെ സ്പർശിക്കുവാൻ പോകുകയാണ്. ന്യായമായ മറുപടി കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി സമൂഹത്തിന് കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി വ്യക്തികൾക്ക് കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി ശത്രുവിന് കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി ഉന്നതന്മാർക്ക് കൊടുക്കേണ്ടതിന്, ന്യായമായ മറുപടി ജ്ഞാനികൾക്ക് കൊടുക്കേണ്ടതിന് ദൈവത്തിന്റെ രാത്രികാലം നമ്മെ സ്പർശിക്കുകയാണ്. ദൈവത്തിന്റെ ഡിവൈൻ ടച്ച്. പരിശുദ്ധന്റെ കരം രാത്രി നമ്മെ തൊടുകയാണ്. അവന്റെ സ്പർശനം നമ്മെ തൊടുകയാണ്. അനുഭവിക്കുന്ന ദൈവജനം അല്പസമയം ആത്മനിലവോടെ അന്യഭാഷകളിൽ അഭിഷേകത്തിന്റെ നിലവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ചുരുക്കം പേരാണെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും തൊടുകയും ഞാൻ എന്റെ ആത്മാവിൽ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും സമീപത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിൽപ്പുണ്ട്. നിങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറായ വലിയ ദൈവപ്രവൃത്തികൾ കാണുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ഇടയാക്കുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ പരീക്ഷന്മാർ അവരുടെ ചോദ്യത്തിന് ദൈവം ന്യായമായ മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ മറുപടിയില്ലാത്ത ഒരു കാര്യവും എല്ലാത്തിനും അവന്റെ പക്കൽ മറുപടിയുണ്ട്. ആമേൻ. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തു? ദൈവം മറുപടി കൊടുത്തു. മറുപടി കൊടുത്തതിന് ശേഷം അവരെന്ത് ചെയ്യണം? പോവുകയാണ്. ഈ വചനം എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ അങ്ങനെ ആ ഭാഗം അവസാനിക്കുകയും അടുത്ത് നമ്മൾ മൂന്നാമത്തെ കഥാപാത്രങ്ങളെ കാണുകയാണ്. 13-ാം വാക്യം ഒന്ന് വായിച്ച്.
തടുക്കരുത്. കണ്ടോ, മൂന്നാമത്തെ കൂട്ടരെ കണ്ടോ? ഒന്നാരാണ്? ഒന്നാമത്തെ കൂട്ടർ ആരാണ്? ഒരു കൂട്ടം പുരുഷ, വളരെ പുരുഷ. രണ്ടാമത്തെ ആളുകളാണ് പരീക്ഷന്മാർ. മൂന്നാമത്തെ ആളുകൾ ശിശുക്കളാണ്. ഇവിടെ വായിച്ചെന്താണ്? അവൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. ആര് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന്? യേശു കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ യേശുക്കളെ അടുക്കൽ വരുവാൻ വിടും, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഒരു സഹോദരൻ ഒരു കുഞ്ഞിനെ മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു 2-3 കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞുങ്ങളെ ഉറങ്ങുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? അവൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊടുക്കും. നമ്മളും കഴിഞ്ഞ നമുക്ക് ദേവദാസിന്റെ കുഞ്ഞിന്റെ പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കുവാൻ കർത്താവ് എന്നെ കുടുംബമായി സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ കാണുവാൻ, ആ സന്തോഷം അവയെ കുറിച്ച് അനുഭവിക്കാനും സഹായിച്ചു. അപ്പോ ഇവിടെ ഇത് തന്നെയാണ് കാണുന്നത്. ചില ശിശുക്കളെ അവന്റെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ ശിശുക്കളെ കൊണ്ടുവന്നപ്പോ ഇവർ വളരെ ആഗ്രഹത്തോടെ കൊണ്ടുവരിക. എന്റെ പിള്ളേരെ ദൈവം കൈവയ്ക്കണം. ഈ ഞങ്ങളൊക്കെ കൊച്ചായിരുന്നു കാണുമെന്നാണ് എന്റെ ചിന്ത. ഞാനൊക്കെ എനിക്കൊരു അനുജനാണ്. അനുജന് മാസമാണ്, 2 മാസം. ഞങ്ങൾ ഈ വളരെ കുഞ്ഞ് ഈ മോനൊക്കെ പ്രായമൊക്കെ ആയിരിക്കുമ്പോൾ ചർച്ചയിൽ പോകുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഗസ്റ്റുകളൊക്കെ വരുന്നത് ഈ വീട്ടിൽ നിന്ന് അമ്മയച്ഛൻ പറഞ്ഞു വിടും. പ്രാർത്ഥന തീർന്നുടനെ പ്രസംഗിച്ച ദേവദാസിന്റെ എന്ത് ചെയ്യണം? ആരെയും കൈവയ്ക്കാൻ, ആ ദേവദാസൻ മറ്റാരെയും കൈവയ്ക്കാൻ വിടരുത്. നിന്റെ അതിനെ ആദ്യം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ആത്മകൃപയോടെ ഭയങ്കര തേജസ്സോടെ നിൽക്കും. അദ്ദേഹത്തിന്റെ കര ആദ്യം തൊട്ടാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. ബിരുദന്മാർ പലരും നമുക്ക് മുമ്പിൽ കയറിയിട്ട് പ്രാർത്ഥിച്ച് ആ കൈകൊണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് മത്സരമൊക്കെ അന്നത്തെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇവിടെ യേശുവിന്റെ ശിശുക്കളെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും യേശു അപ്പത്തിന്റെ കൈ ഒന്ന് എന്റെ കുഞ്ഞിന്റെ മേൽ വെക്കണം. അതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. എന്ത് സംഭവിച്ചു? ശിഷ്യന്മാരോ അവരെ വിലക്കി. ശിഷ്യന്മാരെ വിലക്കി. അങ്ങോട്ടൊന്നും വേണ്ട. യേശുവിനെ എന്ത് ചെയ്തു? നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്, ശല്യപ്പെടുത്തരുത്. അവരെ വിലക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളുടെ അനുഗ്രഹത്തിന് തടസ്സം പുറത്തുള്ള ആഭിചാരവും പുറത്തുള്ള ശത്രുക്കളും അയൽവാസികളും നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിന് തടസ്സം നമ്മളല്ല. ശിഷ്യന്മാർ പുറത്തുള്ളവരാണ്, ഒരിക്കലുമല്ല. ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ ഉള്ളവർ. ഇന്ന് രാത്രി കാലം കൂടെ പറയട്ടെ, നമ്മോട് കൂടെ ഉള്ളവർ തന്നെ നമ്മുടെ തലമുറകൾക്ക് ദോഷം വിതയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു ദൂത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലൊക്കെ പാക്കല്ലേ, കമുക്, പാക്കുണ്ട്. പാക്ക് അതിന് അടക്കേണ്ടത് പറയുന്നില്ല. അപ്പൊ ഈ പാക്കായാൽ എന്ത് ചെയ്യാം? മടിയില് വെക്കാം. കമുകായാൽ, കമുകാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തോണ്ട് നടക്കാൻ പറ്റും? പറ്റത്തില്ല. 15 പറഞ്ഞു വെച്ചാൽ പാക്കിന്റെ വരുവം കുഞ്ഞായിരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാൻ ഇപ്പൊ മാസം മോളോടെയാണ് ഈ കുഞ്ഞിന് ആരാധന സമയമാകുമ്പോൾ ആരാധനയ്ക്ക് വരാൻ സ്വയം മനസ്സിലാക്കി വരാനുള്ള പ്രാപ്തിയായോ? ഇല്ല. അതിന്റെ അമ്മയോ അതിന്റെ അപ്പനോ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാൻ പറ്റുന്ന സമയത്ത് ആലയത്തിൽ കൊണ്ടുവന്നാൽ ഉള്ള ഗുണം എന്തെന്നറിയാമോ? കമുകിന്റെ പ്രായമാകുമ്പോ അവ ആലയത്തിനകത്തേക്ക് വളർന്നു. മനസ്സിലായോ? കൊണ്ടുവരേണ്ട സമയത്ത് കൊണ്ടുവന്നാൽ അവനും അവളും വളരേണ്ടടുത്ത് വളരും, അല്ലായെങ്കിൽ മറ്റെവിടെയെങ്കിലും വളരും. രാത്രികാലം 10ാം ക്ലാസ് പരീക്ഷയാകുമ്പോ അവൻ പള്ളിക്കകത്ത് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അപ്പനും അമ്മയും പറയുന്നു, നീ ഇവിടെ പഠിക്കുന്ന ആളവർക്ക് പരീക്ഷയല്ലേ? അപ്പനും അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വരിക, അവിടെ പഠിക്കുന്നു. ഞാനും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പരീക്ഷ സമയത്ത് ഉപവാസ പ്രാർത്ഥനയാണ്. അവൻ നീ പഠിച്ചിട്ട് പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിരുന്ന് പിന്നെ പഠിച്ചാൽ മതി. ആദ്യം പ്രാർത്ഥന. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്ന് ഈ മൈക്രോഫോൺ പിടിച്ച് നിങ്ങളുടെ നടുവിൽ ദൈവം ശുശ്രൂഷ
ചെയ്യുവാൻ ദൈവം എന്നെ പ്രാപ്തരാക്കിയത്. ആമേൻ. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, വിലക്കുകൾ ഉണ്ടായിരുന്നു, അതിന്റെ നടുവിലൊന്നും വിട്ടുകൊടുക്കാതെ ആമേൻ മഴയെന്നില്ല, വെയിലെന്നില്ല, കാറ്റെന്നില്ല, ആമേൻ ഒരു കുട പോലും ആമേൻ മഴ നനയാൻ നനയാതെ പിടിച്ചോണ്ട് വരാനില്ലാതിരുന്ന കാലഘട്ടത്ത് സായത്തുമ്പ് പിടിച്ച് രണ്ട് മക്കളുടെയും തലയിൽ ഇട്ടുകൊടുത്തുകൊണ്ട് അമ്മ നനഞ്ഞുകൊണ്ട് ആരാധനകൾ ബൈബിളും മക്കളും നനയാതെ എങ്ങനെയെങ്കിലും മറച്ചു പിടിച്ചുകൊണ്ട് ആരാധനകളിൽ ഓടിപ്പോയി ആരാധിച്ച് പ്രാർത്ഥന അഗതിയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞങ്ങൾ ദൈവത്തിന്റെ വേലക്കാരാ, ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായി നിൽക്കുന്നത്. ഇന്ന് രാത്രി കാലം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ദൈവസന്നിധി കൊണ്ടുവരാൻ കഴിയുന്ന സമയത്ത് മാതാപിതാക്കൾ കൊണ്ടുവന്ന അവർ വളരുമ്പോൾ അവരോട് ആരും പറയേണ്ട, അവർ ദൈവസന്നിധിയിൽ തന്നെ കാണുകയോ. ഹല്ലേലൂയ. ശിഷ്യന്മാർ വിലക്കി. അപ്പൊ യേശുവോ ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ തടുക്കരുത്, പിന്നെ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗ്ഗരാജ്യം ഇങ്ങനെയുള്ളവരുടേത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവർക്കുള്ളതാണ്, വലിയവർക്കുള്ളതല്ല. അത് വലിയൊരു ഭാഗത്തുമല്ല. ഈ നിൽക്കുന്ന ശിശുവിനെ പോലെ നിങ്ങൾ തിരിഞ്ഞു വന്നില്ല എങ്കിൽ സ്വർഗ്ഗരാജ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 90 വയസ്സായാലും കുഴപ്പമില്ല, ഇനി 120 വയസ്സ് വരെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. 120 വയസ്സിലും 120 വയസ്സിന്റെ പ്രായവും പക്വതയും ഉണ്ടായിരിക്കണം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശിശുവിന്റെ സ്വഭാവമാണ്. എന്റെ മകന് 6 വയസ്സ് കഴിഞ്ഞു. 6 വയസ്സ് കഴിഞ്ഞ എന്റെ മകനെ ഞാൻ അവനെ അടിച്ചാൽ, അവനെ സ്നേഹിച്ചാൽ, എന്ത് ചെയ്താൽ അവൻ എന്നെയാണ് ഇഷ്ടം. ശിശുവിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞത്. ഒരു ശിശു എന്റെ മകനെ തന്നെ ഞാൻ ഉദാഹരണം എടുക്കുകയാണ്. 6 വയസ്സായ എന്റെ മകനെ ചില ആളെ കുടുംബമായിട്ട് കണ്ടുവരുവാൻ സാധിക്കുമെന്ന് കരുതുന്നു. അവന് ഞാൻ ഒരു അടി കൊടുക്കുകയാണ്. അവരുടെ കുറ്റം കഴിച്ചു ഞാൻ അവൻ അടി കൊടുക്കും. നന്നായി നോവുന്ന രീതി, വേദനിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു അടി കൊടുക്കും. അടി കൊടുക്കുമ്പോൾ അവന്റെ കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ കരഞ്ഞ് എവിടെയെങ്കിലും കരഞ്ഞ് അവിടെ തന്നെ ചിലപ്പോൾ ഉറങ്ങിയെന്ന് വരും. ഞാനും തമ്മില് ഒന്ന് കയർന്ന് ദേഷ്യപ്പെട്ടിട്ട് എന്നെക്കാൾ പ്രായം കൂടുതലാണെങ്കിൽ ഒരു പൊട്ടിയിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഉറങ്ങും. പക്ഷെ ആ അടിയും പാഴ്ച കൊണ്ട് അദ്ദേഹം പിന്നെ എന്നോട് സ്നേഹമായിട്ട് ഇടപെടുമെന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല. 6 വയസ്സായ എന്റെ മകൻ അടി കൊണ്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് തിരിച്ചു വരുന്നത് അച്ഛാ അച്ഛാന്ന് വിളിച്ചിട്ട് എന്നെ തന്നെ. അതിന്റെ അർത്ഥം എന്താണ്? ശിശുവിന് പിണങ്ങാൻ അറിയത്തില്ല, ശിശുവിന് ശത്രുത്വ മനോഭാവമില്ല. അടികൊണ്ട നേരത്ത് വേദനയോടെ പോയി മാറി നിന്നാലും അടുത്ത് വരുന്നത് പപ്പാന്ന് വിളിച്ചുകൊണ്ട് എന്റെ അടുക്കൽ തന്നെ വരും. ഇനി ഞാൻ അപ്പനും മകനുമായി ബന്ധപ്പെട്ട് അവന്റെ സ്കൂളിൽ അവന്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തമ്മിൽ പിണങ്ങിയാലും അടുത്ത നിമിഷം എന്നെ ചെയ്യാം. പക്ഷെ വലിയവരായ നമ്മളോ ഞാൻ ഈ 26 ശുശ്രൂഷ നടത്തിക്കൊണ്ടു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തോട് ശത്രുക്കളില്ലാത്ത ഒരു കലവെന്നാൽ വിരോധികളും പിണക്കക്കാരില്ലാത്ത ഒരു കലവെക്കാൻ പെട്ടെന്ന് എല്ലാവരും കലവെക്കും. കാരണം 26 എടുക്കണമല്ലോ. അപ്പൊ അടുത്ത ചോദ്യം, ഇതിനകത്ത് ഇരിക്കുന്നവരുടെ കാര്യമല്ല, തൊട്ടടുത്ത വീട്ടുകാർക്ക് മിണ്ടാത്തവരുടെ കൈവയ്ക്കുക. അപ്പോഴും ഇച്ചിരി കടുക്കും. യേശു കർത്താവ് പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ ദൈവാലയത്തിൽ വരുമ്പോ നിങ്ങളോട് മിണ്ടാതെയും ഇണങ്ങാതെ ഇരിക്കുന്നവരോട് ഇറങ്ങിക്കൊള്ളുകയും മിണ്ടിക്കൊള്ളുമെന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കും എന്ന് വെച്ചാൽ അവൻ പുറത്തുള്ളവരെയും അകത്തുള്ളവരെയും ശത്രുക്കൾ ആരൊക്കെയുണ്ട് അവരെ എല്ലാം എന്ത് ചെയ്യണം? ഇനി ഒറ്റ വാക്കി പറഞ്ഞ ശത്രുക്കൾ ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? നയിക്കണം. അങ്ങനെ ശത്രുക്കളില്ലാത്ത ആരുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ശത്രുക്കളിൽ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയും. ജാതി, മതം, ഭാഷ, വർണ്ണം, വർദ്ധം ഒന്നും തന്നെ വേർതിരിവില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഒന്നുകളെയും
പറഞ്ഞു, വാൾ കഴുത്തിൽ കൊണ്ടുവച്ച് നിന്നാലും അവന്റെ മുഖത്ത് നോക്കിയും പുഞ്ചിരിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് രാത്രി ആരെയും ശത്രുവായി കാണാതെ, തോക്കിന് മുമ്പും വാളിന് മുമ്പും ബോംബിന്റെ മുമ്പും അടിപതറാതെ നിൽക്കുന്ന ക്രിസ്തീയ മാർഗത്തിൽ നിൽക്കുക, ആ ദൈവ സ്നേഹത്തിൽ നിൽക്കുക ഈ രാത്രി നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ ശിശുക്കളെ പോലെയാകാൻ പറഞ്ഞത്. നിങ്ങൾ ശിശുക്കളെ പോലെയാകുകയും ശിശുവിന് ശത്രുത്വം അറിയത്തില്ല, ശിശുവിന് പിണങ്ങാൻ അറിയത്തില്ല, ശിശുവിനെ വേദനിപ്പിക്കാൻ അറിയത്തില്ല. ഏറെ നേരം പറ്റില്ല, ശത്രുത്വം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. അതിനാണ് നിങ്ങൾ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം. എന്തിനാണ് വരേണ്ടത്? അങ്ങനെയുള്ളവർക്ക് സ്വർഗ്ഗരാജ്യം ഒഴുകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ 3 കഥാപാത്രങ്ങളായി. അടുത്ത കഥാപാത്രവും കുറിവാക്യത്തിൽ പറഞ്ഞ കഥാപാത്രത്തിൽ കൂടെ പറയുമ്പോ ആ എപ്പിസോഡിന്റെ സന്ദേശം അവസാനിക്കും. പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു പോകേണ്ടതാണ്. അടുത്ത ഭാഗം അപ്പൊ ശിശുക്കളെ കൊണ്ടുവന്നു. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് ആരാണെന്ന് അറിയാവോ? 16-ാമത്തെ വാക്യം. 16-ാമത്തെ നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് നോക്കുക. 4-ാമത്തെ ആളാണ് ഞാൻ പറയുന്നത്. 1-ാമത്തെ ആളുകാരാണ് വളരെ വിശാലം, 2 പരീക്ഷന്മാർ, 3 ശിശുക്കൾ, 4 ഇപ്പൊ വായിച്ച യൗവനക്കാരൻ അല്ലെ. അവരുടെ വായിച്ചത് എന്താണ്? അനന്തരം വരുത്തുന്ന അവരോട്, ഗുരു നിത്യജീവനം പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? നമുക്ക് ആഗ്രഹമല്ലേ? ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ നിലനിൽക്കുന്നു, ആത്മനോടെ ആരാധിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ നിത്യജീവനം പ്രാപിക്കുന്നുള്ള നമുക്കുണ്ടോ? ആ ഉറപ്പ് ഇന്ന് രാത്രി നമുക്കുണ്ടോ? ഇതാ അവൻ നമ്മളെക്കാൾ വിശുദ്ധരായ, നമ്മളെക്കാൾ അനുഗ്രഹിക്കപ്പെട്ട കൽപ്പനകൾ പ്രമാണിക്കുന്ന, ദൈവകൃപയിലും ദൈവവചനത്തിലും നിലനിൽക്കുന്ന ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ നേരിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവനെ പ്രാപിക്കുക ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? ഇന്ന് രാത്രിയിൽ എനിക്ക് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കഴിയുമോ? ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ ആരാധനയ്ക്ക് കടന്നു വരുന്നു, ഞാൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് നിത്യജീവൻ കിട്ടുമോ? ഈ ചോദ്യം ഈ രാത്രി നമ്മളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരമാണ് നമുക്ക് ലഭിക്കുക? ഈ യൗവനക്കാരൻ പറയുകയാണ്, കർത്താവേ അവിടെ ഇല്ല. ഞാൻ എന്റെ ഒരു പഠനത്തിലൂടെ അല്ലെങ്കിൽ ദൈവവചനം ധ്യാനിച്ചതിലൂടെ എനിക്ക് കിട്ടിയ ഒരു ചിന്തയാണ്, ഈ പുരുഷാരം വന്നു അവിടെ ഒരാൾ പോലും യേശുവിന്റെ കൂടെ പിന്നാലെ പോയില്ല. പരീക്ഷന്മാർ വന്നു, ഒരു പരീക്ഷൻ പോലും യേശുവിന്റെ പിന്നാലെ വന്ന ചരിത്രമില്ല. ശിശുക്കളെ ചിലരെ കൊണ്ടുവന്നു, ആ ചിലരെ പോയി ശിശുക്കൾ പോയി കൈവച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടിയ പിന്നെ അവിടെ നിൽക്കൊന്നുമില്ല. പിള്ളേടുത്തായി പോയാൽ അല്ലേ അവർ പോയി. 4-ാമത്തെ ആളാണ് ഈ പറഞ്ഞ യൗവനക്കാരൻ. ഇനി എന്റെ ചിന്ത, ചില ശിശുക്കളെ യേശു അടുക്കൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഈ കൊണ്ടുവന്ന ശിശുക്കൾ അങ്ങ് വളർന്നു, അവർ ബാലന്മാരായി കൗമാര പ്രായത്തിലെത്തി. ഇപ്പൊ യൗവന പ്രായത്തിലേക്ക് എത്തിയപ്പോ എന്റെ ചിന്തയാണ്, അതിൽ നിന്നൊരു യുവാവ് യേശുവിന്റെ അടുക്കലേക്ക് വന്നു കാണുമെന്നൊരു ചിന്ത. പക്ഷെ ഇത് ഒരേ സമയത്ത് നടന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷെ എന്റെ ഒരു ചിന്ത അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? കുഞ്ഞു പ്രായത്തിലെ സൺഡേ സ്കൂളിന് പോകും. ആര്? ഈ പറഞ്ഞ പയ്യൻ. അവൻ പോയി മനഃപ്പാഠവാക്യമെല്ലാം പഠിച്ചു, 10 കൽപ്പനകൾ പഠിച്ചു, 10 പാത പഠിച്ചു, 12 ഗോത്രപിതാക്കന്മാരുടെ പേര് പഠിച്ചു, 12 കല്ലുകളുടെ പേര് പഠിച്ചു. ആ പഠിച്ചല്ലോ എല്ലാം അവൻ മനസ്സിലാക്കി. ഇവനെല്ലാം പ്രമാണിക്കും, അപ്പനെ അമ്മയെ അനുസരിക്കും, പിന്നെ കൂട്ടുകാരെ സ്നേഹിക്കും, എല്ലാം ചെയ്യും. യേശു ഒരു 6 കൽപ്പന അവനോട് പറഞ്ഞു. യേശു പറഞ്ഞു, നിനക്ക് നിത്യജീവൻ പ്രാപിക്കും, നീ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കണം. അവൻ ചോദിച്ചു, ഏത് കൽപ്പന? അപ്പൊ യേശു പറയുകയാണ്, എന്ത് പറഞ്ഞു യേശു? ആമേൻ. ശുക്ര ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നിവ തന്നെ. അപ്പൊ എത്ര എണ്ണമായി? 6 എണ്ണം പറഞ്ഞു.
ആരുടെ പറഞ്ഞതിനിപ്പം കാണാം, യൗവനക്കാരൻ കേട്ടോ, അടുത്ത ഭാഗം യൗവനക്കാരൻ നമ്മളോട് 20-ാം വാക്യം എന്താ പറഞ്ഞത്? ഇവ ഒക്കെ ഞാൻ പ്രമാണിച്ചു വരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. ഈ 6 കൽപ്പനകൾ പറയുമ്പോഴാണ് അവൻ ഉള്ളുകൊണ്ട് ചിരിച്ചു. ആര്? കൊള്ളാം, ഇത്ര നിസ്സാരമായ കാര്യമാണ് ഇത്. ഞാൻ എല്ലാ ദിവസവും അടുത്തിട്ടാണ് ചെയ്തത്. ഇന്ന് വരെ ഞാൻ ഒരു ഉറുമ്പിനെ പോലെ എന്ത് ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല. വ്യഭിചാരം എന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കള്ളസാക്ഷി ഞാൻ പറഞ്ഞിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. അപ്പനെ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പന്റെ അമ്മയടുത്ത് യേശുവെ നീ പോയി ചോദിക്കണം, ഈ യൗവനക്കാരൻ നിങ്ങളുടെ മകൻ എങ്ങനെ ഉണ്ട്? അയ്യോ, എന്റെ മോനെ പോലെ ഒരു തങ്കക്കുടം പോലത്തെ ഒരു മോൻ വേറെ ഇല്ല. എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. അയ്യോ, ഇത്രയും നല്ലൊരു മോനെ ദൈവം എനിക്ക് തന്നല്ലോ എന്ന് പറഞ്ഞ് എന്റെ അപ്പനും അമ്മയും എന്നെ കുറിച്ച് പുകഴ്ത്തും. പിന്നെ പറയാൻ കൂട്ടുകാരനെ എന്നെ പോലെ സ്നേഹിക്കണം. ഒരു വഴിക്ക് പോയ കൂട്ടുകാരനെ കൊണ്ട് വണ്ടിക്കൂലി എടുപ്പിക്കത്തില്ല, കൂട്ടുകാരനെ കൊണ്ട് വെള്ളം വാങ്ങിപ്പിക്കത്തില്ല, കൂട്ടുകാരനെ കൊണ്ട് പൈസ ആഹാരം കഴിച്ചതിന് കൊടുപ്പിക്കത്തില്ല. അയ്യോ, ഇത്രയും നല്ലൊരു മനുഷ്യൻ ദേശത്ത് കാണുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കാനും കൂട്ടുകാരനെ കരുതാനും ഇതുപോലെ ഒരു യൗവനക്കാരൻ ആ നാട്ടിലേ ഇല്ല. അത്രയ്ക്ക് സൂപ്പർ മനുഷ്യൻ. പക്ഷെ അവൻ ദൈവത്തോട് യേശുവിനോട് ചോദിച്ചതാണ്, ഇതൊക്കെ ഞാൻ എന്നെ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്, ഇനി കുറവുള്ളതെന്ന് എന്നോട് പറ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കാര്യം. എത്ര ധനവാനായാലും എത്ര പ്രമാണങ്ങൾ പ്രമാണിക്കുന്നവരാണെങ്കിലും കുറവുണ്ടോ എന്ന് അന്വേഷിക്കുക, കുറവുണ്ടോ എന്ന് അറിയുവാൻ അവരൊരു മനസ്സുണ്ടാകും. അപ്പൊ യേശു എന്താണ് പറഞ്ഞത്? ആമേൻ. യേശുവിനോട് പറഞ്ഞതാണ്, യേശുവിനോട് സൽഗുണപൂർണ്ണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ കുറവ് പറഞ്ഞു. എന്താ കുറവ്? നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഞാൻ വിവരിക്കുന്നില്ല, ഒറ്റ വാക്യം പറയാം. നമുക്ക് വിലപിടിപ്പുള്ളത് എന്തെന്ന് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നാമവും നിമിത്തം അത് വിട്ടുകളയാൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ധനവാനാകുന്നത്. അവനോട് പറഞ്ഞ് നിനക്കുള്ളതൊക്കെ വിറ്റ് നീ എന്ത് ചെയ്യുക? ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിന്നുണ്ടാകും നിക്ഷേപം. അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ അവന് വേണ്ടി ഒരു ലോക്കറും അവന് വേണ്ടിയിട്ട് ഒരു നിക്ഷേപം സ്ഥലവും ഉണ്ട്. അവിടെ ശൂന്യമാണ്. ഇതെല്ലാം ദരിദ്രർക്ക് കൊടുത്താൽ നിന്റെ ലോക്കർ നിറയും. അവിടെയാണ് നമ്മുടെ സമ്പത്ത് ആവശ്യം. അവനോട് പറഞ്ഞ് നിനക്ക് വിറ്റ് നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. ഒറ്റ കുറവേ നിനക്കുള്ളൂ. 99% നീ പെർഫെക്റ്റ് ആണ്. പക്ഷെ ഈ ഒരു കുറവ് കൂടെ നീ നികത്താൻ കഴിയുമോ? നീ സൽഗുണപൂർണ്ണനാണ്, വെറും പൂർണ്ണനല്ല, സൽഗുണപൂർണ്ണനായി നീ മാറും. നീ വിറ്റ് നീ എന്ത് ചെയ്യണം? ദരിദ്രർക്ക് കൊടുക്കുക. അതാണ് പറഞ്ഞത്. നമുക്ക് വിലപിടിപ്പായിട്ട് നമ്മൾ കരുതുന്നതിനെ നമ്മൾ ദൈവത്തിന്റെ നാമം നിമിത്തം വിട്ടുകളയാൻ തയ്യാറായാൽ നമ്മെ ദൈവം സമ്പന്നനായിട്ട് കാണും. സ്വർഗരാജ്യം നിമിത്തം നമ്മൾ ദൈവം സമ്പന്നനായിട്ട് കാണും. പക്ഷെ അവനെന്താ ചെയ്തത്? യൗവനക്കാരൻ അവനോട് യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ചിട്ടോ. അവനേറെ സമ്പത്തുള്ളവനാകയാൽ എങ്ങനെ പോയി? ദുഃഖിച്ചു പോയി. നിത്യതയെ കുറിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ച് വാഞ്ച ഉണ്ടായിരുന്നിട്ട് അവനുള്ള സമ്പത്ത് നിമിത്തം അത് വേണ്ട എന്ന് വെച്ച് അവന്റെ സമ്പത്തിനെ വലുതായി കണ്ട് വീണ്ടും മടങ്ങിപ്പോകുന്ന ഒരു യൗവനക്കാരനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും വിലപിടിപ്പുള്ളതായിട്ട് നമ്മൾ മുറുകെ പിടിക്കുന്നതിനെ ഒന്ന് വിട്ടുകളയുക. സ്വർഗരാജ്യം നിമിത്തം, നിത്യജീവൻ നിമിത്തം, യേശുവിനെ അനുഗമിക്കുന്നു എന്നുള്ള പേര് നിമിത്തം വിട്ടുകളയാൻ തയ്യാറായ നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത് ഒരുവൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം? ഈ രാത്രിയിൽ അവൻ സർവ്വലോകത്തെയും വിട്ടിട്ട് വിലപിടിപ്പുള്ള ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. Glory to God. Glory to God. Glory to God.
സകലം കൊണ്ട് തന്നെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഇരിക്കുന്ന നമ്മൾ എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പള്ളിയിൽ പോയി എന്ത് കിട്ടും? അവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടും? ഇവിടെ പോയാൽ നിനക്ക് എന്ത് കിട്ടും? അങ്ങേടുത്ത് പോയാൽ നിനക്ക് എന്ത് കിട്ടും? നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടോ? അല്ലേ? എന്തിന്? വിശ്വാസികളുടെ പിതാവ്, ബഹുജാതികളുടെ പിതാവുമായ അബ്രഹാം പോലും ചോദിച്ചു, അല്ലേ? ചോദിച്ചെന്താണ്? നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? ഇവിടെ പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വലിയ വിഷയമാണ്, ഒരു വലിയ പാസേജാണ്. ആമയെക്കുറിച്ച് ഒരുപാട് സമയങ്ങളിൽ സമയമെടുത്ത് സംസാരിക്കുന്ന വിഷയമാണ്. ഒളിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ പത്രോസ് ചോദിക്കുകയാണ്, ഞങ്ങൾ സകലത്തിൽ കിട്ടുന്നതിനെ അനുഭവിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ വേറെ വന്നിട്ട് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? അവനോട് പറഞ്ഞ ഒറ്റ കാര്യം, നിനക്കുള്ള സമ്പത്ത് മുഴുവൻ വിട്ടുകളഞ്ഞു വരാൻ അവന് വിടാൻ മനസ്സിൽ. പക്ഷെ ഇവിടെ അഞ്ചാമത്തെ ആളാണ് സകലവും വിട്ട് നേരത്തെ ഇവിടെ ഉള്ള ആളാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? യേശുവിലേക്ക് മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആ മറുപടി ഉണ്ടോ? താഴോട്ട് വായിക്കുന്നത്, നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് പറയും. അടുത്തത് ഭൗതികമാണ്. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവരെല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാരും ആകുമെന്ന് പറഞ്ഞ് ഈ അധ്യായം അവസാനിക്കും. അപ്പോ എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം സ്വർഗത്തിലെ കാര്യം യേശു പറഞ്ഞു. അടുത്ത് പിന്നെ ഇവിടുത്തെ കാര്യം. അതെത്ര? 4 മടങ്ങും 8 മടങ്ങും 10 മടങ്ങും 100 മടങ്ങ് കൊടുക്കുന്നതാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം വായിച്ച ദിവസത്തിൽ ധ്യാനിക്കുമ്പോൾ കുറെ കഴിഞ്ഞിങ്ങനെ ദൈവം ഇതൊക്കെ കേട്ട് പുനർജനനത്തിൽ 12 ഗോത്രത്തെയും ന്യായം വിധിക്കാനുള്ള സിംഹാസനം എനിക്ക് കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോൾ കാണാം എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത, ഈ പത്രോസ് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അല്ലേ? ഒരു ചൂണ്ട പോലും അവന്റെ കയ്യിലില്ല. ഒരു ചൂണ്ട പോലും എന്ന് വെച്ചാൽ യേശുവിന്റെ കൂടെ പോകുമ്പോൾ വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്ത്, വിശ്രമവേളയിൽ വേണമെങ്കിൽ ചൂണ്ട കൊണ്ട് ഇരിക്കുന്നിടത്ത് കൊണ്ടൊന്നും വീക്ഷിക്കാൻ അവൻ 2 മീൻ അവന് കിട്ടും. അല്ലേ? അങ്ങനെ പോലും ഒരു ചൂണ്ട പോലും അവന്റെ കയ്യിലില്ല, ഒന്നുമില്ല. പക്ഷെ അവന്റെ കയ്യിൽ ഈ ചൂണ്ടയെക്കാളും വലയെക്കാളും പിന്നെ പടകിനെക്കാളും അവൻ തുഴയേക്കാളും എന്തിനേക്കാളും കൊട്ടയേക്കാളും മീൻ പിടിച്ചിട്ടാണുള്ള കൊട്ടയേക്കാളും ഇതെല്ലാം വേണ്ടിയിട്ടാവുന്നത്. ലക്ഷങ്ങളുടെ സമ്പാദ്യം വേണ്ടിയിട്ടാണ് യേശുവിനെ അനുകരിച്ചത്. ഇപ്പൊ ഒന്നുമില്ല. പക്ഷെ ഈ പടകിനേക്കാളും മറ്റ് ഏതിനേക്കാളും ഇനി ആ കൂടെയുള്ള മറ്റു ശിഷ്യന്മാരെക്കാളും എല്ലാം അവൻ ഭാഗ്യം ലഭിച്ചു. അവന്റെ കയ്യിൽ ഒരു സാധനം, ഈ സാധനം വെച്ചോണ്ടാണ് എല്ലാം വിട്ട് ഇനി എന്ത് കിട്ടും? ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കുകയാണ്, അല്ലെ? പ്രസംഗത്തിന്റെ ഞാനിതെല്ലാം കൈ മാസ്റ്റർ പോകുന്നത് പറഞ്ഞ് ഞാൻ എന്റെ ബൈക്കിലെടുത്ത് പോയിട്ട് ഞാൻ മാസ്റ്റർ എന്റെ താക്കോൽ അവിടെ ഇരിക്കുന്നു ഒന്ന് നോക്കണേ. ഇവിടെ ഒന്നുമില്ല മാസ്റ്റർ, ഇല്ല ഇല്ല മാസ്റ്റർ, ഇല്ല ഒന്നുകൂടെ നോക്കുക, ഇല്ല തീർത്തുമില്ല. പോകണം അങ്ങനെ നിൽക്കുമ്പോൾ കാണാം അവർ ചുമ്മാ അവർ മാസ്റ്റർ താക്കോൽ മാസ്റ്റർ കയ്യിരിക്കുന്നു. ഞാൻ ഇവിടുത്തെ മാസ്റ്ററും ബൈബിളും എല്ലാം എടുത്ത് താക്കോൽ കയ്യിരിക്കുന്നുകൊണ്ടാണ് മാസത്ത് വേണം മാസം എന്റെ താക്കോല് നോക്കാം. മാസം നോക്കിയിട്ടില്ല. അവസാനം ആ കുഞ്ഞിന്റെ കണ്ണിൽ ശ്രദ്ധ വെക്കൂ, എന്റെ കയ്യിൽ തന്നെ താക്കോല് അവർക്ക് മാസം. അപ്പൊ തന്നെ അരമണിക്കൂർ കഴിഞ്ഞു, വീട്ടിലെത്താൻ സമയം കഴിഞ്ഞു. എന്തിനായിരുന്നു പറഞ്ഞറിയാം? നമുക്കൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ? കയ്യിൽ തന്നെ വെച്ചോണ്ട് നമ്മൾ ആ സാധനം ഇങ്ങനെ അന്വേഷിച്ചോളാം.
നിനക്ക് തരുന്നു. ആ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, അഴിക്കുന്നതൊക്കെ. കണ്ടോ 16:19 വാക്യത്തിൽ യേശു കർത്താവ് പത്രോസ് എന്ത് കൈമാറി? സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുത്തു. പക്ഷെ ഇതിന് ഉപയോഗിക്കാൻ അറിയത്തില്ല, ഇന്നുവരെ ഉപയോഗിച്ചിട്ടുമില്ല. താക്കോൽ കൊണ്ട് ഇങ്ങനെ നടക്കുകയും താക്കോൽ കൊണ്ട് നടക്കുക. 19-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വന്നപ്പോഴും ഇവന്റെ കയ്യിലുണ്ട് താക്കോലുണ്ട്. യേശുവിന്റെ കൂടെ അന്ന് ഞാൻ ഉണ്ടായിരുന്നേ പറയും, യേശു ഈ പത്രോസ് എന്ത് വർത്താനം ഉള്ളതെല്ലാം അവന് കൊടുത്തു. നിന്റെ രാജ്യത്തിന്റെ താക്കോൽ അവന്റെ കയ്യിൽ ഇരിക്കുന്ന അവൻ ഇനി എനിക്ക് എന്ത് കിട്ടും? നമ്മൾ അങ്ങനെയാണല്ലേ, കിട്ടിയാലും ഒരു ദൈവവാസം പറഞ്ഞു, ഈ പണക്കാര് കൊടുത്താൽ മടിക്കുന്നത് എന്താ? കാരണം അവന്റെ പണം തന്നെ അവന് തികയുന്നില്ല. പാവപ്പെട്ടവൻ കൊടുക്കും, പക്ഷെ പണക്കാരെന്തില്ല കൊടുക്കും. കാരണം അവന് വീണ്ടും അവന് തികയുന്നില്ല. അവന് കിട്ടിയ പണം അവൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട്, അതുകൊണ്ടൊക്കെ യവനക്കാരൻ പോയത് അല്ലേ? അപ്പൊ ഈ പത്രോസിന്റെ താക്കോലിക്ക് ഞാൻ ഉണ്ടാക്കുന്ന യേശു അവന്റെ കയ്യിൽ താക്കോലിക്ക് അത് വെച്ചോണ്ടൊക്കെ വീണ്ടും ചോദിച്ചു, തുറന്നെടുത്താൽ പോലെ. അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കും, കെട്ടിവെക്കുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും. അത്രേ അധികാരം ആർക്കും. നിസ്സാരം താക്കോലല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ്. എന്നിട്ടും യേശു പത്രോസ് ചോദിച്ച ന്യായമായ മറുപടി കൊടുത്തു. ഇന്ന് രാത്രിയിൽ എന്തൊക്കെ നമ്മുടെ കൈകളിൽ കർത്താവ് കൈമാറിയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവനാണ്. യാചിപ്പിരുന്നാൽ കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നുള്ള ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മളെ ശക്തീകരിക്കുകയാണ്. ഈ രാത്രി ലോകത്തിന്റെ മുമ്പിൽ കൈനീട്ടാതെ നമ്മെ ശ്രേഷ്ഠമായി നടത്തുക ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അവൻ പറയുന്നത് 100 മടങ്ങ് തരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അത് വിനിയോഗിക്കേണ്ടവണ്ണം നമ്മൾ വിനിയോഗിക്കും. പത്രോസിന് ലഭിച്ചതുപോലെ ഭാഗ്യം ആർക്കാണ് ലഭിച്ചത്? അവന്റെ കയ്യിലിരിക്കുമ്പോൾ പിന്നെ എനിക്കൊരു സന്തോഷം. പത്രോസ് ചോദിച്ചത് ഇങ്ങനെയാണ്, നാഥാ സകലത വിട്ട് ഞങ്ങൾ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാനെന്നല്ല അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കൂടെയുള്ളവരെ കുറിച്ച് കരുതുന്നവരായിരുന്നു. ആമേൻ. ഇന്ന് രാത്രി സ്വർഗരാജ്യം എനിക്ക് മാത്രമല്ല, എന്നെ പോലെയുള്ള സമസൃഷ്ടങ്ങൾക്കും അത് കിട്ടണം. എന്റെ അയൽവാസികൾക്ക് അത് കിട്ടണം. എന്റെ കുടുംബത്തിൽ രക്ഷിക്കപ്പെടാനുള്ളവരെ നീ രക്ഷിക്കപ്പെടണം. പിന്മാറ്റക്കാർ മടങ്ങി വരണം. ദേശത്തിന്റെ ഈ നിത്യത കരസ്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവമേ എന്നെ പ്രയോജനപ്പെടുത്തണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ രാത്രി ആമയാകും അവർക്ക് വേണ്ടി സ്വർഗ്ഗം നൽകുവാൻ രാത്രി ഞാൻ എന്റെ വാക്കുകൾക്കൂടെ ഗ്രാമം എന്ത് കിട്ടുന്ന ഇന്ന് രാത്രി കഴിഞ്ഞ പകലിൽ ആരാധിച്ചപ്പോൾ വേണമായിരുന്നു, അതിന് വലിയ ആളുകൾ വേണമായിരുന്നു. ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അവർക്ക് കൂടെ ഗുണകരമായി തീരേണ്ടതായിരുന്നു. പക്ഷേ ഈ രാത്രി ദൈവം നമ്മളെ സ്നേഹിച്ചു. ചെറിയ ആൾക്കൂട്ടമേ ഭയപ്പെടേണ്ട ചില ദൈവത്തിന്റെ ആ വചനം തന്നെ ഇന്ന് രാത്രി നമ്മോട് ശക്തമായി ഇടപെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. ഹല്ലേലൂയ. എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ വെറുതെ വിടുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നേരത്തെ ഞാനാണ് യേശുവിന്റെ സ്ഥാനത്ത് ആരാക്കി പത്രോസിനോട് പറയും, ഓടാമെന്ന് ബാക്കി 11 നോക്കി നിൽക്കുന്നു. അവർക്കൊന്നും ഞാൻ സ്വത്ത് എഴുതി വെച്ചില്ല, അവർക്കൊന്നും ഞാൻ അവകാശം കൊടുത്തില്ല. നിനക്കാണ് മൊത്തം താക്കോൽ തന്നത്. ഇനി എനിക്കൊരു സാധനം എടുക്കണമെങ്കിൽ പോലും ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിക്കണം താക്കോൽ, അല്ലേ? ഇത്രയും ബാക്കി നീ വീണ്ടും വന്നിട്ട് എനിക്ക് എന്ത് കിട്ടും ഇനിയും താന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. യേശു അങ്ങനെ പറഞ്ഞില്ല. ഞാനാണ് ഞങ്ങളെ പറഞ്ഞു, യേശു പറഞ്ഞില്ല. യേശു 100 മടങ്ങ് തരാം, 100 മടങ്ങ് തരാം. നിങ്ങൾക്ക് സിംഹാസനം തരാം. ഈ
ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുവാൻ ഞാൻ നിങ്ങളെ എന്റെ ഒപ്പം ഇരുത്താം. ഇതിൽ ഫലഭാഗ്യം വേറെ എന്താണുള്ളത്? ഈ രാത്രിയിൽ ദൈവം നമുക്ക് നൽകിയതായ ആ പരമവിളി തേജസ്സോടെ നമ്മെ നിർത്തിയിരിക്കുന്ന രാജകീയ പുരോഹിത വർഗമാക്കി വിശുദ്ധ വംശമാക്കി അവരുടെ തീർത്ത ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് നമ്മെ ഈ രാത്രിയിൽ സമർപ്പിക്കാം.